ഹായ്, എന്താണ് സമയ മാനേജ്മെൻറ്റ് അഥവാ ടൈം മാനേജ്മെൻറ്റ്? ടൈം മാനേജ്മെൻറ്റ് ഒരു വ്യക്തിയുടെ പരിശ്രമങ്ങളുടെ ഫലപ്രാപ്തി പരമാവധിയാക്കുന്നതിനായി ജോലികളുടെയും പ്രവർത്തനങ്ങളുടെയും ഏകോപനമാണ് ടൈം മാനേജ്മെൻറ്റ്. അടിസ്ഥാനപരമായി കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ മികച്ച ജോലികൾ ചെയ്യാൻ ആളുകളെ പ്രാപ്തരാക്കുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ലഭ്യമായ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനായി ഓർഗനൈസേഷൻ അഥവാ പ്ലാനിംഗ്, ഷെഡ്യൂളിംഗ് എന്നിവ സമയ മാനേജ്മെൻറ്റിൻ്റെ ഘടകങ്ങളിൽ ഉൾപ്പെടുന്നു. സമയ മാനേജ്മെൻറ്റ് ടെക്നിക്കുകൾ ഒരു വ്യക്തിയുടെ പ്രത്യേക സിറ്റുവേഷനുകളോ അവരുടെ പ്രസക്തമായ സ്കിൽസോ അല്ലെങ്കിൽ സവിശേഷതകളോ കണക്കിലെടുക്കുന്നു. ടൈം മാനേജ്മെൻറ്റ് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ടൈം മാനേജ്മെൻറ്റിൻ്റെ പ്രാധാന്യം ആളുകൾക്ക് അവരുടെ സമയം പരമാവധി പ്രയോജനപ്പെടുത്താൻ അനുവദിക്കുന്നതിലൂടെ സമയത്തിന് അർത്ഥം നൽകാനുള്ള കഴിവാണ്. ഒരു ബിസിനസ് സാഹചര്യത്തിൽ കമ്പനികളും അവരുടെ ജീവനക്കാർക്കും ലക്ഷ്യങ്ങളും പ്രതീക്ഷകളും സജ്ജീകരിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. നല്ല സമയ മാനേജ്മെൻറ്റ് കഴിവുകൾ ജീവനക്കാരെ ഗുണനിലവാരമുള്ള ജോലി നൽകാനും അവരുടെ ലക്ഷ്യങ്ങൾ ഫലപ്രദമായി കൈവരിക്കാനും സഹായിക്കുന്നു. ജീവനക്കാരുടെ കഴിവ് മനസ്സിലാക്കാനും യഥാർത്ഥ ലക്ഷ്യങ്ങൾ സ്ഥാപിക്കാനും സമയ മാനേജർമാരെ സഹായിക്കുന്നു. ഇനി ടൈം മാനേജ്മെൻറ്റ് കഴിവുകൾ മോശമാകുന്നത് ജീവനക്കാർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ നഷ്ടപ്പെടാനും മോശം ജോലി നൽകാനും അമിത സമ്മർദ്ദവും ഉത്കണ്ഠയും അനുഭവിക്കാനും സമയക്കുറവിന് കാരണമാകുന്നു. സമയം കാര്യക്ഷമമായി ഉപയോഗിക്കാതെ വരുമ്പോൾ അത് ജീവനക്കാർക്കും മാനേജ്മെൻറ്റിനും കമ്പനികൾക്കും ദോഷകരമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നു. സമയക്കുറവ് എന്നത് സമയ മാനേജ്മെൻറ്റിൻ്റെ അഭാവത്തിൽ ഫലമാണ്. വളരെയധികം കാര്യങ്ങൾ ചെയ്യാനും വളരെ കുറച്ച് സമയം മാത്രം ചെയ്യാനും ഉള്ളപ്പോൾ ആളുകൾ ഈ അവസ്ഥയിൽ എത്തുന്നു. അവരുടെ വ്യക്തിജീവിതം കഷ്ടപ്പെടുന്നു. കഠിനാധ്വാനം ചെയ്തിട്ടും ഉത്തരവാദിത്തങ്ങളെയും പ്രവർത്തനങ്ങളുടെയും ഭാരം അവർക്ക് വർദ്ധിച്ചു വരുന്നതായി തോന്നുന്നു. ഒരു വ്യക്തി എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നതിനെക്കുറിച്ച് സജീവമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് സമയ മാനേജ്മെൻറ്റിൻ്റെ ആവശ്യമാണ്. സമയ മാനേജ്മെൻറ്റ് ഇല്ലാതെ വ്യക്തികൾ തുടർച്ചയായി ബാഹ്യ ഉത്തേജനങ്ങളോട് പ്രതികരിക്കുകയും അവരുടെ ജോലിയിലും ജീവിതത്തിലും നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. എല്ലാ ജോലികൾക്കും സമയമെടുക്കും, എന്നാൽ ചില ജോലികൾ മറ്റുള്ളവരേക്കാൾ വിലപ്പെട്ടതാണ്. ഉയർന്ന മൂല്യമുള്ള ജോലികൾക്കായി സമയം വീണ്ടും നീക്കിവെക്കുന്നത് ഉൽപ്പാദനക്ഷമതയും ജോലി ജീവിത സന്തുലിതാവസ്ഥയും മെച്ചപ്പെടുത്തുന്നു. നല്ല സമയ മാനേജ്മെൻറ്റ് മൊത്തത്തിൽ ആരോഗ്യകരമായ ഒരു സ്ഥലം സൃഷ്ടിക്കുന്നു. ഇനി എന്താണ് ടൈം മാനേജ്മെൻറ്റിൻ്റെ പ്രയോജനങ്ങൾ? ഫലപ്രദമായ സമയ മാനേജ്മെൻറ്റിൻ്റെ ഗുണങ്ങൾ ബിസിനസ്സിലും അതിലെ ജീവനക്കാർക്കും ഒരുപോലെ ബാധകമാണ്. ഈ ആനുകൂല്യങ്ങളിൽ ചിലത് ഇനി പറയുന്നവയാണ്. കൂടുതൽ സന്തുഷ്ടമായ ജീവനക്കാർക്ക് അവരുടെ ജോലി പൂർത്തിയാക്കാൻ മതിയായ സമയം ലഭിക്കുമ്പോൾ അവർ കൂടുതൽ സന്തുഷ്ടരായിരിക്കും. കൂടാതെ ക്ഷീണം കുറയ്ക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇനി മെച്ചപ്പെട്ട സർഗാത്മകത. സമയം പ്രശ്നങ്ങളാൽ സമ്മർദ്ദത്തിലാക്കാത്തപ്പോൾ ജീവനക്കാർക്ക് അവരുടെ ജോലിയിൽ കൂടുതൽ സർഗാത്മകത പുലർത്തുവാനുള്ള ഇടവും ഊർജവും ലഭിക്കും. നിഷ്ക്രിയമായി പ്രതികരിക്കുന്നതിന് പകരം അവർക്ക് അവരുടെ ജോലിയിൽ സജീവമായി ഏർപ്പെടാൻ കഴിയും. ഇത് നവീകരണം വർദ്ധിപ്പിക്കുന്നു. കുറഞ്ഞ ഹാജർക്കുറവ്. സമ്മർദ്ദത്തിലും ക്ഷീണത്തിലുമുള്ള ജീവനക്കാർ കൂടുതൽ അസുഖ അവധിയും മറ്റു അവധിയും എടുക്കുന്നു. കുറഞ്ഞ വിറ്റുവരവ്. മികച്ച പ്രവൃത്തി പരിചയമുള്ളതിനാൽ ജീവനക്കാർക്ക് മറ്റെവിടെയും നോക്കാതെ ജോലിയിൽ തന്നെ തുടരാൻ സാധ്യതയുണ്ട്. ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. ജോലിയിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള സാധ്യത കുറവുള്ളവരും ജോലി ആസ്വദിക്കുന്നവരുമായ ജീവനക്കാർ കൂടുതൽ ഉൽപ്പാദനക്ഷമതയുള്ളവരാണ്. ഇനി പ്രശസ്തി വർദ്ധിപ്പിച്ച് ഫലപ്രദമായ സമയ മാനേജ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന ബിസിനസ്സുകൾ ജോലി ചെയ്യാനുള്ള നല്ല സ്ഥലങ്ങൾ അറിയപ്പെടുന്നു. ഇത് ജീവനക്കാരുടെ നിയമനവും നിലനിർത്തുന്നതും മെച്ചപ്പെടുന്നു. ഇനി ടൈം മാനേജ്മെൻറ്റിന് വെല്ലുവിളികൾ എന്താണ്? ഒരു കൺസൾട്ടൻസിയായ ഹെൽത്തി വർക്ക് പ്ലേസിൻ്റെ സ്ഥാപകയായ മെല്ലറി ഡൈറ്റൽ ഫലപ്രദമായ സമയ മാനേജ്മെൻറ്റിലെ തടസ്സങ്ങളെ ആന്തരികമോ അല്ലെങ്കിൽ ബാഹ്യമോ ആയി തരംതിരിക്കുന്നു. ആന്തരിക തടസ്സങ്ങൾ വ്യക്തിയിൽ നിന്നും വരുന്നതും വ്യക്തിയുടെ നിയന്ത്രണത്തിലുള്ളതുമാണ്. അവയിൽ ഇനി പറയുന്ന പോലുള്ള ഘടകങ്ങൾ ഉൾപ്പെടുന്നു. 1. ആത്മനിയന്ത്രണമില്ലാത്ത ഒരു വ്യക്തി ശ്രദ്ധ വ്യതിചലിക്കുവാൻ സാധ്യതയുണ്ട്. ഇതുമൂലം ലക്ഷ്യങ്ങൾ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. നീട്ടിവെക്കൽ. ജോലികൾ പൂർത്തിയാക്കാൻ സമ്മർദ്ദം അനുഭവപ്പെടുന്നവരെ ആളുകൾ അത് മാറ്റിവെക്കുന്നു. ഇതൊരു പ്രതികരണ സ്വഭാവമാണ്.
ഇനി പ്രചോദനത്തിൻ്റെ ഒരു അഭാവം. ഒരു വ്യക്തിക്ക് എന്തെങ്കിലും പൂർത്തിയാക്കുന്നതിനും മറ്റെന്തെങ്കിലും ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നതിനും മറ്റ് ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുന്നതിനുമുള്ള കാരണം കാണാൻ കഴിഞ്ഞേക്കില്ല. ഉത്കണ്ഠ, സമ്മർദ്ദവും അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും തീരുമാനങ്ങളെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. ആളുകളെ പ്രീതിപ്പെടുത്തുന്നു. എല്ലാവരും പ്രീതിപ്പെടുത്തുന്നതിൽ വ്യാപ്തനായ ഒരാൾ അനിവാര്യവും അല്ലെങ്കിൽ പരാജയപ്പെടുന്നു. കാരണം മറ്റുള്ളവർക്ക് പരസ്പര വിരുദ്ധമായ ആവശ്യങ്ങളുണ്ട്. എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട് വ്യക്തി സ്വയം വളരെ ദുർബലനാകുന്നു. ഇനി മൾട്ടി ടാസ്കിങ്, ഒരേ സമയം നിരവധി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ മൾട്ടി സ്കീമിങ് എല്ലാത്തിനും പരാജയപ്പെടാൻ ഇടയാക്കും. ഇനി ഈ ആന്തരിക ഘടകങ്ങൾ ഒരു വ്യക്തിയുടെ ശീലങ്ങൾ, പെരുമാറ്റങ്ങൾ, പ്രവർത്തികൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പെരുമാറ്റങ്ങൾ അഥവാ അബോധാവസ്ഥയിലോ രൂഢമൂലമോ ആയിരിക്കാമെങ്കിലും ഒരു വ്യക്തിക്ക് തൻ്റെ പെരുമാറ്റങ്ങളെ നിയന്ത്രിക്കാനും സമയം ഉപയോഗിക്കുന്ന രീതി മാറ്റാനും കഴിയും. ഇതിൻ്റെ ബാഹ്യ തടസ്സങ്ങൾ എന്നത് വ്യക്തിക്ക് പുറത്തു നിന്ന് വരുന്ന ഘടകങ്ങളാണ്. അവയിൽ ഇനി പറയുന്ന പോലുള്ള ഘടകങ്ങൾ ഉൾപ്പെടുന്നു. അഥവാ ജോലി ഭാരം. ഒരു വ്യക്തിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ജോലി ചെയ്യേണ്ടി വന്നേക്കാം. ജോലിയിലെ പരിധി. ജോലിസ്ഥലമോ വ്യക്തിയെ അവരുടെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരുന്നതിൽ നിന്നും തടഞ്ഞേക്കാം. ഇനി കോർപ്പറേറ്റ് വിഭവങ്ങളുടെ അഭാവം. ജീവനക്കാർക്കും അവരുടെ ജോലി പൂർത്തിയാക്കാൻ ആവശ്യമായ വിഭവങ്ങൾ ഒരു കമ്പനി നൽകിയേക്കില്ല. ഇത് ഒരു റിമോട്ട് മാത്രമായി സ്ഥാനമായിരിക്കാം. പക്ഷേ ടീം അംഗങ്ങൾ വിദൂരമായി നന്നായി പ്രവർത്തിക്കുന്നതിന് കമ്പനി സഹകരണ ഉപകരണങ്ങൾ നൽകുന്നില്ല എന്നുള്ളതാണ്. ആന്തരിക തടസ്സങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ബാഹ്യ തടസ്സങ്ങൾ വ്യക്തിയുടെ നിയന്ത്രണത്തിലല്ല. അവ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നാണ് വരുന്നത്. എന്നിരുന്നാലും ഈ തടസ്സങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് വ്യക്തി നിയന്ത്രിക്കാൻ കഴിയും. ഇനി ടൈം മാനേജ്മെൻറ്റിൻ്റെ നുറുങ്ങുകളും ഇതിൻ്റെ സാങ്കേതികതകളും. മികച്ച സമയ മാനേജ്മെൻറ്റ് നേടുന്നതിനുള്ള ചില നുറുങ്ങുകൾ ഇവിടെ ഷെയർ ചെയ്യുന്നു. ഏറ്റവും ഉൽപ്പാദനക്ഷമമാകാൻ സാധ്യതയുള്ള സമയങ്ങൾ തിരിച്ചറിയാൻ ഒരു ആഴ്ചയിലെ പ്രവർത്തനങ്ങളുടെ ഒരു ജേണൽ സൂക്ഷിക്കുക. ഷെഡ്യൂളിംഗ്, ജോലിയിൽ നയിക്കാൻ ആ വിവരങ്ങൾ ഉപയോഗിക്കുക. ഓരോ പ്രവൃത്തി ദിവസത്തിൻ്റെയും തുടക്കത്തിൽ തന്നെ അളക്കാവുന്ന ലക്ഷ്യങ്ങളുടെയും അവ കൈവരിക്കുന്നതിനുള്ള രീതികളുടെയും ഒരു പട്ടിക തയ്യാറാക്കാൻ സമയം ഉണ്ടാക്കുക. ഇനി ദൈനംദിന ജോലികൾ മുൻഗണന അനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യുക. ദിവസത്തിൽ ഷെഡ്യൂൾ ചെയ്യാത്ത സമയം ഉൾപ്പെടുത്തുക. നിങ്ങളുടെ ആശയവിനിമയ ലഭ്യത നിയന്ത്രിക്കുക. ദിവസം മുഴുവൻ ഇമെയിൽ, ഇൻസ്റ്റൻറ്റ് മെസ്സേജിംഗ് ആപ്ലിക്കേഷനുകൾ ഏർപ്പെടുന്നതിന് പകരം ഷെഡ്യൂൾ ചെയ്ത് സമയങ്ങളിൽ അവ തുറക്കുക. നിങ്ങളുടെ ഇമെയിൽ ബാച്ചുകളിൽ പ്രോസസ്സ് ചെയ്യുക. പിന്നീട് കൈകാര്യം ചെയ്യേണ്ട സന്ദേശങ്ങൾ ക്രമീകരിക്കുക തുടങ്ങിയ മറ്റ് ഇമെയിൽ മാനേജ്മെൻറ്റ് മികച്ച രീതികൾ പിന്തുടരുക. ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങൾ സംഭവിക്കുന്നു എന്ന് കരുതുക. അവ പൂർത്തിയാക്കാൻ അനുവദിക്കുന്നതിന് നിർദ്ദിഷ്ട ജോലികൾക്ക് സമയം ചേർക്കുക. നിങ്ങളുടെ ജോലിഭാരം കൈകാര്യം ചെയ്യുക. നിങ്ങൾക്ക് സുഗമമായി ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ജോലി ചെയ്യാൻ സമ്മതിക്കരുത്. കൂടാതെ ന്യായമല്ലാത്ത ആവശ്യങ്ങൾക്ക് മാനേജ്മെൻറ്റുമായി ചർച്ച ചെയ്യുക. ഇനി ടൈം മാനേജ്മെൻറ്റിൻ്റെ സിദ്ധാന്തം. ടീമുകളുടെ അവരുടെ ലക്ഷ്യങ്ങളെ എത്തിച്ചേരാൻ സഹായിക്കുന്നതിന് ടൈം മാനേജ്മെൻറ്റ് നിരവധി സമയ മാനേജ്മെൻറ്റ് ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ടൈം മാനേജ്മെൻറ്റ് തന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട ചില വിശാലമായ സിദ്ധാന്തങ്ങളും ആശയങ്ങളും പറയുന്നു. പാർക്കിൻസൺസ് നിയമം അനുസരിച്ച് ഒരു നിശ്ചിത ജോലി പൂർത്തിയാക്കാൻ ആവശ്യമായ ജോലിയുടെ അളവ് ആ ജോലിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം നിറയ്ക്കുന്നതിനായി വർദ്ധിക്കും. ഇനി 70% നിയമം പറയുന്നത് അനുസരിച്ച് ഈ നിയമം ഊർജ്ജ സംരക്ഷിക്കുന്നതിലൂടെ കുറഞ്ഞ വേഗതയിൽ ജോലി ചെയ്യുമ്പോൾ ആളുകൾക്ക് മികച്ച ഉൽപ്പാദനക്ഷമത കൈവരിക്കാൻ കഴിയും. ഇനി ഹോഫ്സ്റ്റാഡറുടെ നിയമം അനുസരിച്ച് ഒരു ജോലി പൂർത്തിയാക്കാൻ എപ്പോഴും കണക്കാക്കിയതിലും കൂടുതൽ സമയമെടുക്കും. ഒരു സിസ്റ്റത്തിൻ്റെ ഗുണങ്ങളെ ആളുകൾ അമിതമായി വിലയിരുത്തുന്നു. ഈ സാഹചര്യത്തിൽ ഒരു സമയപരിധിയിൽ പ്രവർത്തിക്കുവാനുള്ള കഴിവ് നേടുന്നു. ഇനി ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഇതിനെ നിങ്ങൾ ജീവിതത്തിൽ പ്രാബല്യമാക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ്.